ആമീനാ ബിബിലന്ന് സ്വർഗീയാഹുറികൾ വന്ന് താലോലം പാടിക്കൊണ്ട് അരുളിടുന്നു ബീവി ജേതാവ് തന്നെ. ഇന്നല്ലാഹ യദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി അൽ മിയതി അഹ്ൽ ബൈത്തിൻ. അതായത് ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ 100 വീട്ടുകാരുടെ ബലായ് അള്ളാഹ് ഇല്ലാതാക്കുമെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഹ്ലതഹാ അഹ്ലത ജീലാനൻ തയ്യിബൻ ഇഹ്റാഖി. ഉമ്മ നന്നായി കഴിഞ്ഞാൽ മക്കൾ നന്നായി, മക്കൾ നന്നായി കഴിഞ്ഞാൽ നാട് നന്നായി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ എല്ലാം കഥ പല ജമാനെ में പണ്ടത്തെ കാലത്ത് നേതാകെ ചലത്ത നേതാക്കന്മാർ മുമ്പിലാണ് നടക്കുക, ജനത പീച്ചെ ചലത്ത ജനങ്ങൾ ബേക്കിലാണ് നടക്കുക. ഇന്നത്തെ ആജ്ക ജമാനെ में ജനത ആകെ ചലത്തെ നേതാ പീച്ചെ ചലത്തെ. കാണുന്നില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ടി വിയിൽ കൂക്കിയും ബഹളമെല്ലാം. അലാമൽ കിയാമ എന്ന് പറയും. കിയാമനാളിൻ്റെ അടയാളങ്ങളായതല്ലോ ഒന്ന്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പണം 3 തരത്തിലാണ് പിടിക്കേണ്ടത്. ഒരു തരം എന്ന് പറയുന്നത് പണത്തിൻ്റെ ബേക്കിൽ പോകുക, 2 എന്ന് പറയുന്നത് പണവും ഞങ്ങളും കൂടെ പോകുക, 3 എന്ന് പറയുന്നത് പണം ഞങ്ങളെ തേടി ബേക്കിൽ വരണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, എൻ്റെ മകൾക്ക് ആലോചനയായിട്ട് വന്നിട്ടുണ്ട്, അവൻ്റെ വ്യക്തിത്വം ഞാൻ എങ്ങനെയാണ് നോക്കേണ്ടത്? അന്വേഷിക്കണമല്ലോ, എൻ്റെ മകളെ കൊടുക്കുന്ന ഭർത്താവിൻ്റെ വ്യക്തിത്വം എന്താണ്? അപ്പോൾ അള്ളാഹിൻ്റെ നബി പറഞ്ഞൊരു ഡയലോഗുണ്ട്. അള്ളാഹിൻ്റെ നബി പറയാണ്, ദീനുള്ളവനാണോ നോക്ക്, 1. 2 ഹിക്മത്തുള്ളവനാണോ നോക്കണമെന്ന്, തന്ത്രജ്ഞാനിയാണോ നോക്കണമെന്ന്. കുതന്ത്രമല്ല കേട്ടാ, തന്ത്രജ്ഞാനി. അള്ളാഹിൻ്റെ നബി ഖദീജ ബീവിനെ കല്യാണം കഴിച്ചിട്ടില്ലേ? അതിനാ പറയുന്നു ഹിക്മത്ത് എന്ന്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായി. ഞാൻ ബാംഗ്ലൂരിൽ ഉള്ള കാലത്ത് ഒരു ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന്, അന്ന് അശോക ബസ്സാണെന്ന് തോന്നുന്നു, അശോക ബസ്, അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് അവിടെയുള്ള ക്യാഷ്യറായിട്ട് അങ്ങനെ ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പായി. അപ്പം ഞാൻ ചോദിക്കും ചെക്കനോട് ഇടയ്ക്കിടയ്ക്കല്ലോ, എടാ മുമ്പിലത്തെ സീറ്റ് താടാന്ന് പറയും, VIP സീറ്റ് താടാന്ന് പറയും. അപ്പോൾ ഈ VIP സീറ്റ് എപ്പം ബാക്കിയാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് ഇല്ലടാ അതിൻ്റെ ബാക്കിൽ VIP ഇന്ന് VIP ഉണ്ടടാന്ന് പറഞ്ഞു. അതായത് നമ്മളെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇബ്രാഹിം, കർണാടക സ്റ്റേറ്റിൻ്റെ, നിനക്കതിൻ്റെ ബാക്കിലെ സീറ്റ് തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച്, ജ്യേഷ്ഠനുണ്ടായിരുന്നു കൂടെ. അങ്ങനെ എല്ലാവരും കയറി. അങ്ങനെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാൽ അവരെ വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി. അങ്ങനെ ഇബ്രാഹിം സാറും പിന്നെ അവരെ 3-4 ബോഡി ഗാർഡെല്ലാം കൂടിയിട്ട് ബസ്സിലേക്ക് കയറി. കയറി കുറച്ച് കഴിഞ്ഞ സമയത്ത് 10-25 വയസ്സായി എനിക്ക്. ഞാൻ വേഗം പോയിട്ട് അറ്റാക്ക് ചെയ്തു. അസ്സലാമു അലൈക്കും, എന്തിൻ്റെ സുഖമാണോ, നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അല്ലേ എന്നെല്ലാം പറഞ്ഞു. നീ ആരാടാ എന്നെല്ലാം ചോദിച്ചു. അങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും വന്ന് കൈ കൊടുത്ത്. ഫസ്റ്റ് മുമ്പതിൽ പോയോ ഞാൻ കേട്ടാ, നമുക്ക് പിന്നെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്, വേഗം പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ സംസാരിച്ച് പിടിച്ച് അങ്ങനെ പോയി. അവരവരെ പാട്ടിന് പോയി, ഞങ്ങളെ പാട്ടിന് പോയി. ഒരു 2-3 വർഷത്തിന് ശേഷം ഞാൻ അവിടെ ബാംഗ്ലൂരിൽ ഒരു കേസിൽ പെടുന്നുണ്ട്. കേസിൽ ഞാൻ പെട്ടതല്ല, അതായത് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തൊരു റൗഡി ഉണ്ടായിരുന്നു. അങ്ങനെ ആ റൗഡി എൻ്റെ അടുത്ത് വരുത്തുണ്ടായി, പോയിട്ടുണ്ടായി, അങ്ങനെയായി ഇങ്ങനെയായി. അങ്ങനെ വലിയൊരു റൗഡി ആയിരുന്നു, ചെറിയൊരു റൗഡി ഒന്നും ആയിരുന്നില്ല, വലിയ റൗഡിയാണ്. റൗഡി എന്ന് പറഞ്ഞാൽ റൗഡീസ് അല്ലായിരുന്നു. അതിൻ്റെ കക്കലി പറിക്കലി അങ്ങനെയുള്ള സംഭവമാണ്, കള്ളത്തരം. അങ്ങനെ അവന് കള്ളനാണെന്ന് ആർക്കും അറിയില്ല, ആ ഏരിയയിൽ ഒരാൾക്കും അറിയില്ല ഇവനിങ്ങനെ ചെയ്യുന്നവനാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ഷിപ്പ്, ആർക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നവനാണ്. അവൻ 0 ആണ് എന്നും. അവൻ്റെ കുറേ കഥകൾ പറയണ്ട, ഞാൻ പിന്നെ പറയപ്പെങ്കിലും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉള്ള സമയത്ത്
പെട്ടെന്ന് തന്നെ പോലീസുകാർ വാണ്ടഡ് എന്നും പറഞ്ഞിട്ട് സ്പോട്ട് ഷൂട്ട് എന്നും പറഞ്ഞിട്ട് കന്നഡ പത്രത്തിൽ വന്നു. അങ്ങനെ അവൻ മുങ്ങി, സ്ഥലം കയ്യിലാക്കി. അങ്ങനെ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇവനെ കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ CID-കളെല്ലാം വന്നിട്ട് ഇവൻ്റെ ഫ്രണ്ട്സുകളെ മുഴുവനും കൊണ്ടുപോയി. ഫ്രണ്ട്സുകളെ മുഴുവനും കൊണ്ടുപോയതിന് ശേഷം അവിടെയുള്ള കൗൺസിലർ മക്കളെ വരെ കൊണ്ടുപോയി. 1 ആഴ്ച 2 ആഴ്ച കാലെല്ലാം കെട്ടിയിട്ടിട്ട് അടിയടിയാണ്. കാരണം അത്രക്കും വലിയ ഒരു ആളായിരുന്നു ഈ പറയപ്പെടുന്ന ആൾ. അപ്പം ഞമ്മക്കൊന്നും അത് അറിയില്ല, ആ ഏരിയയിലുള്ള ആർക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവന് എല്ലാവരെയും ഫ്രണ്ട്ഷിപ്പിൽ ഭാര്യ വലിച്ച് കൊടുത്ത് അവിടെയുള്ള ബാല്യക്കാർ കുട്ടികളെല്ലാം കയ്യിലാക്കി. അപ്പോൾ എൻ്റെ കടൻ്റെ മുമ്പിലാണ് ഇവരെ പരിപാടികൾ തികച്ചുണ്ടാകുക. വരുന്നതും ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതും ഇരിക്കുന്നതും സിഗരറ്റൊക്കെ മേടിക്കുന്നത് കണ്ടീഷനായിരുന്നു. എൻ്റെ അടുത്തും ഭയങ്കര നല്ലതിലായിരുന്നു. അങ്ങനെ കൗൺസിലറെ മക്കളെ കൊണ്ടുപോയിട്ട്, അന്നേരം ഞാൻ നാട്ടിലെ ഇവനെ കൗൺസിലറെ മക്കളെ കൊണ്ടുപോകുന്നതും ഇവന് മറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ നാട്ടിലായിരുന്നു. അങ്ങനെ ഇവനെ പിടിച്ചുകൊണ്ട് പോയി. കൗൺസിലറെ മക്കളെ എന്ത് തന്നെ പ്രതിഷേധം ചെയ്തിട്ടും പല രീതിയിൽ നോക്കിയിട്ടും കൗൺസിലർ മക്കളെയൊന്നും പുറത്തു വിടുന്നില്ല. എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, ഇസ്മായിലിനെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കിട്ടും, ഇസ്മായിലിനെ പിടിച്ചു കഴിഞ്ഞാൽ, എന്നെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കിട്ടും. ഇത് ഞാൻ നാട്ടിലുള്ള സമയത്ത് കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. അന്നേരം 1-2 കടകളെല്ലാം ഉണ്ട് അവിടെ. ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ എത്തി. 2 ആഴ്ച കഴിഞ്ഞിട്ട് എത്തിയ സമയത്ത് സുബ്ഹാനല്ലാഹ് 2 ദിവസം കഴിയുമ്പോഴേക്കന്നെ CID-കളെത്തി പൊക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെ പൊക്കിയിട്ട് പോക്കാ. കാരണം ഇവർക്കെല്ലാവരും, ഈ കൗൺസിലറുടെ മക്കൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്നെ കിട്ടണമെന്ന് ഇസ്മായിലിനാണ്. കാരണം ഞാനും അവന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലുണ്ടായിരുന്നു. അവൻ്റെ കൈക്കളിയിൽ നിന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ എന്തായി ആ കഥ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം എന്തായിരുന്നു എന്നുള്ളത്. അവനെല്ലാം ഓപ്പണായിട്ട് എന്നോട് എല്ലാ സംഗതിയും പറഞ്ഞിന്. അങ്ങനെ പിന്നെയാണ് പറഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അവനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പോലീസുകാർ വന്ന് എന്നെയും കൂട്ടിയിട്ട് പോക്കാം. 4 ബൈക്ക് വന്ന്, 4 ബൈക്കിലും CID-കൾ. അതിൽ ഒരു CID ഇറങ്ങി വേറൊരു വണ്ടിയിലിരുന്ന് എന്നെ പിടിച്ചൊരു ബൈക്കിൽ ഇരുത്തി. എന്നിട്ട് 2 ബൈക്ക് മുമ്പിൽ, അതിൻ്റെ സെൻറ്ററിൽ ഞാൻ, എൻ്റെ ബാക്കിൽ വേറൊരു ബൈക്കെല്ലാമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ CID-കൾ പലരും പല ഭാഗത്തിലേക്ക് വണ്ടി തിരിച്ച്. ഞാനും ഒരു CID-യും കൂടിയാണ് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. പോകുന്ന വഴിക്ക് വെച്ച് ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരാൾ നിർത്തിയിട്ട്, വണ്ടി നിർത്തിയിട്ട് ഒരു പെണ്ണുങ്ങളോട്ട് കൂടാ. അവിടെ നിന്ന് മൂത്രയിക്കുക. അന്നേരം ഈ CID നേരെ പോയി അവൻ്റെ അടുത്ത് വണ്ടി അവിടെ നിർത്തിയിട്ട് അവനൊരു പേടിപ്പിച്ച്, ಏನೋ ಮಗನು ಬೋಳಿ ಮಗನು ಏನು ಮಾಡ್ತಾ ಇರೋದು എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അവന് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കണ്ണടി അടിച്ച്. ഞാൻ വെറുതെ പേടിപ്പിച്ചതാണ്, ഞാൻ ഷെയിം ചെയ്തതാണെന്ന് എന്നെ അറിയിച്ചതാണ്, മനസ്സിലായില്ലേ? എന്നിട്ടൊരു കണ്ണടി അടിച്ച്. അതിൽ ഞാൻ ഇവനെ അങ്ങ് വിളിച്ച്. കാരണം കൗൺസിലറെ മക്കൾ വരെ അവിടെ പോയി കടന്നിട്ട് 2 ആഴ്ചയായി, വന്നിട്ടില്ല. മലയാളിയായ എൻ്റെ അവസ്ഥ ആരുണ്ട് തിരിഞ്ഞു നോക്കാൻ? ഇതിൽ ഞാൻ ആ സ്പോട്ടിൽ അവൻ്റെ വീക്ക്നെസ് ഞാനങ്ങ് പിടിച്ചിട്ട് അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞു, ഞാൻ തരും. പക്ഷെ എന്നെ 1 മണിക്കൂർ പോലും നീ സ്റ്റേഷനിൽ ഇരുത്താൻ പാടില്ല. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ശത്രുവാണ്. എൻ്റെ കടയിൽ ഞാൻ സിഗരറ്റ് പോലും വിൽക്കലില്ല. അടിച്ചു പൊട്ടിച്ച ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഷോക്കേസെല്ലാം കണ്ടിട്ടില്ലേ? അവനും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് പോയിട്ട് സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരും ഇല്ലാത്തയാ. ഞാൻ നാട് വിട്ടിട്ട് ഞാൻ ഒട്ടിരದು കേരളದಲ್ಲಿ ಉಳಿಯೋದಕ್ಕೆ ಬಂದಿರುವೆನು ನಾನು അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ നീ എന്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. നീ 20,000 രൂപ തരുമോ? അന്നാണേ കുറേ ഒരു 5, 10, 15 വർഷം മുമ്പത്തെ കഥയായി പറയുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ റെഡി, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 10-20 പോലീസുകാർ എന്നെയും കാത്തിട്ടവിടെ നിൽക്കുന്നു. പടച്ചോനെ, കൗൺസിലറെ മക്കൾ വരെ അവിടെ ഉണ്ടായിട്ട് ആർക്കും ഇതിൻ്റെ ഒരു ഇതും കിട്ടിയില്ലല്ലോ. ഈ പറയപ്പെടുന്ന അസ്ലം ഡിയ എന്നാണ് അയാളുടെ പേര്. അവൻ ചെയ്ത തെറ്റ് ചെറിയ തെറ്റൊന്നുമല്ല, വലിയ തെറ്റാണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് എന്തായി,
അവിടെ എത്തേണ്ട താമസം 10-20 പോലീസുകാർ എന്നെ കാത്തു നിൽക്കുന്നു ഇങ്ങനെ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഐജിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ്, ഈ പോലീസുകാരൻ ഈ CID പറയാണ്, ഓൻ പാവപ്പെട്ടവനാ, ഓൻ്റെ കടയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കലും ചെയ്യുന്ന ഒരു റൗഡിയല്ലേ, അവനെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്, ഇവർ സിഗരറ്റ് പോലും കടയിൽ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത്. സത്യമാണോ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ സത്യമാണ് സാറേ, അങ്ങനത്തെ അവസ്ഥയാണ്, ഞങ്ങൾക്ക് അവനായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, നിന്ന നമ്പറിൽ നിന്ന് എന്തെങ്കിലും അവൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ നമ്പറൊക്കെ തന്ന് കാർഡ് തന്ന് ഞാൻ പോക്കറ്റിലിട്ട് എന്നെ സ്പോട്ടിൽ വിട്ട് ഞാൻ നേരെ വരുമ്പോഴേക്ക് ഇവിടെ മഗ്‌രിബ് സമയമായി. അസറിനാണ് എന്നെ കൊണ്ടുപോകുന്നത്. മഗ്‌രിബ് സമയമാകുമ്പോഴേക്കെന്നെ 2 കടയും പൂട്ടി. കുട്ടികളല്ലോ പേടിച്ച് വിറച്ച്, കാരണം കൗൺസിലർ മക്കൾ വരെ അവിടെ പോയിട്ട് അവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്തതിൽ ഇസ്മായിലിനല്ലേ കൊണ്ടുപോയിട്ടുള്ളേ. അങ്ങനെ എന്ത് ചെയ്യുന്ന അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് മഗ്‌രിബിന് തന്നെ ഫുള്ള് ലൈറ്റെല്ലാം ഇട്ട് ഞാൻ കടയങ്ങ് തുറന്നു. അതാ മോനെ ഓടി വരുന്ന കൗൺസിലർ ഏട്ടൻ, അനിയന്, ഉമ്മ, പങ്ങളി എന്നെല്ലാം ഓടി വരുന്നു. നീ എങ്ങനെ പുറത്ത് വന്നേ, എൻ്റെ മക്കൾ ഇപ്പോൾ അവിടെയല്ലേ, നീ എങ്ങനെ പുറത്ത് വന്നേ? എന്നേരാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഏത്, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടുള്ള ആ ഒരു ബന്ധപ്പെട്ടത്. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞ്, അത് ഞങ്ങളെ മിനിസ്റ്റർ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മലയാളി ആണെങ്കിലും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണല്ലോ. അത് അയാൾ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഉപ്പ അയാളെ വിളിച്ച് കളവാ പറഞ്ഞത്, എന്ത് ചെയ്യാനാ, അന്ന് ചെറു പ്രായമല്ലേ. എൻ്റെ ഉപ്പ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഇബ്രാഹിം മിനിസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. എന്നാൽ എൻ്റെ മക്കൾ നീ ഒന്ന് ഇറക്കിത്തരാം എന്നോട്. ഞാൻ പറഞ്ഞു, അതെനിക്ക് കഴിയില്ല, അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഹിക്കുമത്ത് എന്നാണ്. ഇത് കുതന്ത്രമായിപ്പോയി, സോറി. ഹിക്കുമത്ത്, അവസരത്തിനൊത്ത് ഞങ്ങൾ പ്രയോഗിക്കേണ്ടത് പ്രയോഗിക്കണം. ദുനിയാവിൻ്റെ വിജയമാണ് കേട്ടോ. ആഖിറത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പടച്ചോൻ കാക്കട്ടെ. അസ്സലാമു അലൈക്കും. സമ്മൂനി റബ്ബേ, നീ പുറത്ത് താവാ.